நாங்க பைக் எடுத்து ரைட் அடிப்போம், ஒரிக்கலும் தோழனுக்கு தோல் கொடுப்போம், தொல்ல வந்தா முடிப்போம், கெளிப்போம், ஆடுவனா ஓடுவனா அட்டில டைட் கானா வைப்ல மதப்போம், வைப்ல மதப்போம். അൺലിമിറ്റഡാ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്. ഗൈസ് നമ്മളിന്ന് പോകുമ്പോൾ വർക്കല്ല, ഒരുത്ത തണുത്ത് വർക്കാണ് ഗൈസ്. സോ ഗൈസ് നമ്മളിപ്പം പോണ ഒരു കൂട്ടുകാരനെ വിളിക്കാനാണ്. ഗുഡ് മോർണിംഗ്. ബൈ. ഗായ്സ് ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പം പോണത് വർക്കലയിലാണ് ഗായ്സ്. എൻ്റെ കൂട്ടുകാരെ അവളെ കൊണ്ടാക്കാൻ പോയി. ഇനി രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ പോകും. സോ രാവിലെ നമ്മൾ പോണത് ട്രെയിനിലാണ് ഗായ്സ്. ട്രെയിൻ 6:30-ക്കാണ്. സോ ഗായ്സ് എൻ്റെ കൂട്ടുകാരൻ വന്ന് ബാബു പറത്. ഓ ചെറുക്ക എന്തെങ്കിലും ഇടിച്ച് ചാവും തോന്നുന്നു. സോ ഗായ്സ് അവളെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ പോണ്. അവളെ എവിടെ കൊണ്ടാക്കിയ? രാവിലെ കുളിക്കാതൊക്കെയാണ് ഇറങ്ങുന്നത് ഈ ചെറുക്കൻ. സോ ഗൈസ് എൻ്റെ ഒക്കെ സ്കൂൾ കാണിച്ചു തരാം. ഞാനും ഇവരും പഠിച്ച സ്കൂളാണ് ഗൈസ്. ഒരേ ഒരു സ്ഥലം. ട്രെയിൻ വന്നു ഗൈസ്. എത്ര മണിക്ക് ട്രെയിൻ ആയിരുന്നടാ സത്യം പറയടാ? ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ 6 മണിക്കൊന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാ. ഗൈസ് ട്രെയിൻ വരെയാണ് ഗൈസ്. നമ്മളിപ്പം കയറാൻ പോണ ഗൈസ്. സോ ഗൈസ് ട്രെയിൻ വന്നിട്ടുണ്ട്, കാണിച്ചില്ല. എനിക്കറിയായിരുന്നു ഗൈസ്. അത് പോണ നമ്മൾ കോവിലല്ലേ? നമ്മൾ പോകുന്നത് ശിവഗിരി വർക്കല ക്ഷേത്രത്തിലാണ് ഗൈസ്. അപ്പോൾ ഓ ഗൈസ് വെളിയിൽ മഴ പെയ്യുന്ന ഗൈസ്. നല്ല മഴയുണ്ട് ഗൈസ്. എൻ്റെ 3000-ൻ്റെ ഷൂ നനയും ഗൈസ്. ഈശ്വര അങ്ങോട്ട് മഴ പെയ്യല്ലേ. ചായ ചായ. സോ ഗൈസ് നമുക്കിനി ചായ പിടിക്കാൻ പോണ ഗൈസ്. അതാണ് വർക്കിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ഊബറിലാണ് ഗൈസ്. നമ്മളങ്ങനെ വർക്കല എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ വർക്കല എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരാൾ എന്താ ചെയ്യാ ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്റെ വ്ളോഗ് ഒരാൾ കണ്ടോ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നു. ഇത് ഒരിക്കലും മാസ്ക് മാറ്റില്ല ഗൈസ്. എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് ഇത്. നമ്മളങ്ങനെയാണ് ഗൈസ്. ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് ഗൈസ്. ഓക്കെ ബൈ ബൈ. നീ മൊണ്ടിയാക്കല്ലേ എന്നെ അന്നത്തെ പോലെ? 2.5 കിലോമീറ്റർ ഈ ചെറുക്കൻ നടന്നു പോവാന്ന്. 40,000 രൂപയാണ്. അത് വെളിയിൽ നിന്ന് കൊണ്ട് കളയായിരുന്നു. ഓണായോ? ഓണാണ്. ഓക്കെ ഗൈസ് ഞങ്ങളുടെ ആണ്. ഇപ്പോൾ നമ്മളിതാ ബ്ലോക്കിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിന് അവിടെ കിടക്കുകയാണ്. കാണുന്നുണ്ട്. ചെളി റോഡാണ് ഗൈസ്. ഓ നല്ല ക്രൗഡുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ക്ഷേത്രം. ഈ ടെമ്പിളിന്റെ പേരെന്ന് പറഞ്ഞേ? ജനാർദ്ദന സ്വാമി ക്ഷേത്രം. സോ ഗൈസ് ഇവിടെ മഴ പെയ്തുകൊണ്ട് നല്ല മാത്രം ചെളിയുണ്ട് ഗൈസ്. അവൻ്റെ ചെരുപ്പ് കൊണ്ട് ഗൈസ്. നമ്മളിവിടെ കാണും. ചുമ്മാ അതൊക്കെ എന്തെങ്കിലും നോക്കാം. കഴിഞ്ഞ ഞാൻ വരാൻ താമസം ഞാൻ വെച്ച് വല്ല വെള്ളത്തിലുള്ള വീട് പോകും.
സമയത്ത് അവിടെ ചെരുപ്പിങ്ങനെ കൊണ്ടി തട്ടി ആര് രക്ഷിച്ചത്? ആര് പറയും പോട്ടെ. അത് കിണിക്കാൻ മാത്രം കാണാൻ പിന്നെ വാങ്ങിച്ചോട് മുതുക്ക് താളെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തോണ്ട് ഗൈസ് കരയാണ്. പ്രോപ്പർ തുടങ്ങട്ടെ. ഞാൻ ഈ നാഗർകോവിൽ പോയപ്പം ബട്ടർ ചിക്കൻ ഫുള്ള് വാങ്ങിച്ചു. എന്നിട്ട് ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ മറ്റേ ഇല്ല കോയിൻ പൊറോട്ട ഇല്ല, ആ സൈസിലുള്ള പൊറോട്ട. അതിന്റെ പകുതി തിന്നിട്ട് പകുതി എനിക്ക് തന്ന ആളാണ് താണ്ട ഈ കാണുന്ന വ്യക്തി. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കാണെങ്കിൽ ഓക്കെ കൃത്യമാണ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഫുഡ് വേണ്ട. ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഇതൊക്കെ ഇയാൾ എന്തുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തരുന്നത് ഗൈസ്? നിങ്ങൾ തന്നെ ചോദിക്കും. ജോലി ഇട്ടിട്ട് മക്കൾക്ക് വാങ്ങിച്ചു. ഗൈസ് ഇന്ന് ഇട്ടുകൊണ്ട് വന്ന ഷൂ വേണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൊണ്ട് വിഷമം കുഴപ്പമില്ല, ശരിയാക്കാം. ടിഷ്യൂ വേണോ? വേണ്ട. പോലീസ് ഭയങ്കര ദേഷ്യം ഗൈസ്. പോലീസ് സീൻ ഉണ്ടാക്കണ കണ്ട തള്ളിയൊക്കെ കയറ്റണേ പാവ അമ്മൂമ്മ. സോ ഗൈസ് സെക്കൻഡ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഓ നല്ല വിശക്കണ ഗൈസ്. ഇങ്ങോട്ട് പോവാം. അത് പൂരി ഉണ്ടോ? ഞാൻ പൂരി അടിക്കും. സോ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്, ഞങ്ങളുടെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ 2-3 പേരും ഉണ്ട്. സോ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ഗൈസ് വഴി തെറ്റിപ്പോയി. ഗൈസ് ഇവിടെ എന്ത് ചെയ്യണം ഗൈസ്? ഞങ്ങൾ നടത്തിപ്പിച്ച് കാല് വയ്യ ഗൈസ്. 2 കിലോമീറ്റർ ഞാൻ നടത്തിപ്പിക്കുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്. ഇത്രയും നേരം ഇവനാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. നടന്ന് ഊപ്പാട് വന്നു. ഒരു സ്നേഹം ഇല്ലടോ, ഒരു സ്നേഹം ഇല്ല. നോക്ക്, ഇത്രയും ദൂരം വഴിയും തെറ്റിച്ച് എവിടെയെന്ന് പോലും അറിയത്തില്ല. അവനാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഉടായിപ്പ്. അവൻ എത്ര നടന്നാലും കുഴപ്പമില്ല. നോക്ക് ഗൈസ്, ഈ ബാഗ്, ഈ ചട്ടി, എനിക്ക് വയ്യ ഗൈസ് നടക്കാൻ. ഗൈസ് മഴ പെയ്യണം, അപ്പം ഞാൻ ഇരിക്കാന്ന് വിചാരിച്ചു. നിങ്ങളെ ഫോട്ടോ എടുക്കണം. കല്ല് ഇവിടെ നിളവി പോയതാണ്. നെക്സ്റ്റ് നമ്മളെല്ലാം തന്നെ. ഇത് കൊള്ളാടെ, ഇത് ഭയങ്കര ഇഷ്ടമുണ്ടോ എനിക്ക്. സോ ഗൈസ് നമ്മൾ വർക്കല ക്ലിഫിലാണ് ഗൈസ്. അത് മഴ സമയത്താണ്. നോ ബ്രോ. ഇവിടെ ഞാൻ വരുന്നത് 2ാമത്തെ വട്ടമാണ് ഗൈസ്. ആദ്യം വന്നത് എൻ്റെ കൂട്ടുകാരൻ കിച്ചൻ്റെ കൂടെ, ഇപ്പം വന്നത് എൻ്റെ 2 കൂട്ടുകാരന്മാർ. കൂട്ടുകാരി പ്ലസ് കൂട്ടുകാരൻ. യാ നീ അങ്ങോട്ട് കുറെ ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇത്രയും ദൂരം ഒന്നും വന്നിട്ടില്ല ഗൈസ്. നമ്മളിവിടെ നടന്ന് പോകണമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. നടന്നങ്ങ് പോവുകയാണ് ഗൈസ്. ഓ വെള്ളം വാങ്ങിച്ചു കൊടുക്കണം. മതിയാ? ഇനി കുടിച്ചാ? ഇതാണ് വെള്ളം നയിക്കണം എന്ന് പറഞ്ഞാ നീ? വെള്ളം നയിക്കണം എന്ന് പറഞ്ഞു. കുടിച്ച വെള്ളമാണ് ഗൈസ്. വെളിയിൽ മഴയായിരുന്നു. ഇങ്ങനെ നമ്മളിവിടെ വന്ന് ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവർ 2 പേരും ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ഫീലാണ് ഗൈസ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഗൈസ് അങ്ങ് ദൂരെ നിന്ന് നല്ലൊരു സെറ്റ് മഴ വന്നുകൊണ്ടിരിക്കണല്ലോ. മഴ പെയ്യണോണ്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ നേരെ മഴയത്താണ് പോകാൻ പോണത്. വെക്കുന്നടാ മഴ. ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. 2 പേരും മഴയത്ത് പോകണം. 2ഉം കൂടെ വിറച്ച് വരണം ഗൈസ്. മഴയത്ത് പോണോ ഒന്ന് ഇവർക്ക്?
മഴയത്ത് പോവാം, എനിക്ക് കുഴപ്പമില്ല. റിസോർട്ട് നിന്റെ അച്ഛന്റെ പൈസ ഉണ്ടെന്ന് കേട് നമുക്ക് ഇതാണ് നമ്മളെ വൈബ്. എനിക്ക് മഴയത്ത് നനയാൻ കുഴപ്പമൊന്നുമില്ല, എന്റെ ഷൂ ആണ് എനിക്ക് പേടി. ഗൈസ് ലൈഫിൽ ഇങ്ങനെ സക്സസ് ആവണം തോന്നി ഇരിക്കുന്നുണ്ട. ഇത്രയും സക്സസ് ആയത് എനിക്ക്. ഗൈസ് ഇവിടെ നിന്ന് ആട്ടയിൽ 150 രൂപയെന്ന് അത്രേ കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ് ഗൈസ്. സോ ഗൈസ് ഇനി അങ്ങോട്ട് കുറച്ചു നേരം നടന്നിട്ട് അവിടെ വല്ല ആട്ടോ പിടിക്കാൻ 100 രൂപയ്ക്ക് വല്ലതും ഉണ്ടാവില്ലേ നോക്കണം. റെയിൽവേ സ്റ്റേഷൻ എത്ര? 150. 100 രൂപ ഉള്ളൂ ചേട്ടാ. 100 രൂപ ഉള്ളൂ. ട്രെയിൻ ടിക്കറ്റ് എടുക്കണം. സോ ഗൈസ് ഫൈനലി 100 രൂപയ്ക്ക് കിട്ടി. നമ്മളിപ്പം പോവുകയാണ് ഗൈസ്. ചെറുക്ക നമ്മളെ കൊണ്ടുപോയത് കാണണം ഗൈസ്. ഇപ്പം എല്ലാം അതാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പറ? ബോറിംഗ് ആയിരുന്നു ബ്രോ. എനിക്ക് ആ വ്യൂ പോയിന്റ് മാത്രം ഇഷ്ടപ്പെട്ടു നമ്മളിരുന്നത്. ഗൈസ് ഇവരെന്നെ കൊല്ലാൻ വേണ്ടി വീണ്ടും നടത്തിപ്പിക്കുകയാണ് ഗൈസ്. ഇപ്പം പോണത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ മന്തി കടയിലാണ് ഗൈസ്. സോ ഗൈസ് മന്തി കട തപ്പി ഏത് കടയിൽ കൊണ്ടുവന്നാൽ പോലും ഇറങ്ങുക. കോമഡി ചെയ്തല്ലേ ഇന്ന് ലോകം ഫുള്ള് ചുറ്റി ഗൈസ്. പോവും ഗൈസ് ഇനി മന്തി കഴിക്കാൻ. ബ്രോ ഒരു ഹാഫ് ഫ്രൈഡ് മന്തി ഫുൾ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പഠിപ്പിച്ചു കൊടുക്കണം ഗൈസ്, പഠിക്കട്ടെ. ഇറ്റ്സ് യുവർ. So this is mine. So I take it this all. ഒരു വലിയ പീസ് പറഞ്ഞ എന്താടാ? നീ തിന്നൂല മുന്നേ? നീ അത്ര തിന്നൂല. സോ ഗൈസ് ഇതാണ് നമ്മളെ മന്തി. എങ്ങനെയുണ്ട് ബ്രോ? നിനക്ക് റൈസ് മതിയാ? അൺലിമിറ്റഡാ? വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത്ര തിന്നിട്ട് കാണും. ബാക്കി ബൈ. സോ ഗൈസ് ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു ഗൈസ്. സോ നമ്മൾ കഴിച്ചത് മന്തി റൈസാണ് ഗൈസ്. അവളെന്തൊരു വേറെ സാധനം എനിക്കറിഞ്ഞൂടാ. അൽഫാം അല്ലേ? അവൾ അൽഫാമാണ് കഴിച്ച ഗൈസ്. നമ്മളിനി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം ഗൈസ്. ബൈ. സോ ഗൈസ് നമ്മളിനി വീട്ടിൽ പോകാൻ പോണ്. ഇവിടെ ഓൺലൈൻ ക്ലാസ് കാരണം നമ്മളിപ്പം ലേറ്റായി ഗൈസ്. അതുമാത്രമല്ല എനിക്ക് നല്ല ഉറക്കവും വരുന്നു. ഇന്നലെ നേരെ ഉറങ്ങിയില്ല. നേരെ വീട്ടിൽ പോയിട്ട് ഉറങ്ങണം. നാളെ പരീക്ഷയ്ക്ക് പോകണം. സോ ഗൈസ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയണ ഫ്രണ്ടിൽ ജനറൽ ഉണ്ടെന്നാണ്. എന്തെങ്കിലും ആവട്ടെ ജനറൽ എല്ലാം ഫുള്ള് അറിയാന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. മുന്നായി അതെ മിസ്റ്റർ ഇന്ദ്രജിത്ത്. ട്രെയിൻ വന്നിട്ടുണ്ട്. ഹായ് ഗായ്സ്, ട്രെയിൻ വന്ന് കയറാൻ പോവാണ്. സോ ബൈ ബൈ എല്ലാവർക്കും. സീ യു ലേറ്റർ. ബൈ ബൈ. ഇന്നത്തെ എത്രയുള്ള ഗായ്സ് ട്രെയിൻ കാണിച്ചു തരാം. സോ ഗായ്സ് നമ്മൾ കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഞാൻ എന്താ വീട്ടിൽ പോവാണ് ഗായ്സ്. ഇന്നത്തെ വർക്കല ട്രിപ്പ് ഇതുവരെ ഉള്ള ഗായ്സ്. വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ബൈ ബൈ ഗായ്സ്, സീ യു ലേറ്റർ. പോകുന്നിടത്ത് 50 പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമോന്ന് എന്തോ പറയാമെന്നുള്ളത്. ഓക്കെ ബൈ. അപ്പൊ ശരി ബൈ.